ഹലോ, നമ്മളിന്ന് ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ടുള്ള വൈറൽ പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളൊരു ഇഡ്ഡലി പാത്രം എടുക്കുക, അതിലേക്ക് വെള്ളം ഒഴിച്ച് നമ്മുടെ മക്രൂണി അഥവാ പാസ്ത ഇട്ട് കൊടുക്കുക. ശേഷം ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. മക്രൂണി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഈ ഓയിൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം ആദ്യത്തെ തട്ടിൽ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ച്, അതായത് ഉപ്പ്, മുളക്, മഞ്ഞൾ ഒക്കെ തേച്ച് പിടിപ്പിച്ച ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം രണ്ടാമത്തെ തട്ടിൽ നമ്മൾ ഒരു തക്കാളിയും കുറച്ച് ഒരു 2-3 കാശ്മീരി മുളകാണ് വേണ്ടത്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ നോർമൽ സാദാ മുളക് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ്, എൻ്റെ കയ്യിൽ കുറച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ സവാള കൂടെ കട്ട് ചെയ്ത സവാളയും കൂടി വെച്ചു. ശേഷം കുറച്ച് വൃത്തിയാക്കിയ ഗാർലിക്കും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരു 20 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനിതാ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു 20 മിനിറ്റ് സ്റ്റീം ചെയ്ത് എടുക്കുന്നുണ്ട്. 20 മിനിറ്റിന് ശേഷം നമ്മൾ ഏകദേശം നമ്മുടെ ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ തട്ടിലുള്ള ടൊമാറ്റോ, സവാള, പിന്നെ ഗാർലിക്കും കാഷ്യൂ, മുളകും നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയുടെ തൊലി പൊളിച്ച് കളയുന്നതായിരിക്കും ബെറ്റർ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത്തെ തട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലുള്ള ചിക്കൻ നമ്മൾ ഒന്നിങ്ങനെ പൊടിച്ചെടുക്കാനുണ്ട്. അതുപോലെ നമ്മളെ മക്രൂണി നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ച് നമ്മളിത് അരച്ച് വെച്ച ഈ ഒരു മസാലക്കൂട്ട് അതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അതിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം കൂടി നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ ഈ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആ ഒരു മസാല കൂടി വരുന്ന തരത്തിലാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ശേഷം നിങ്ങളുടെ മക്രൂണി അഥവാ പാസ്ത നമ്മളുടെ ഈ ഒരു മസാലയിലേക്ക് ഇടാം. ഇത് അത്യാവശ്യം ഒരുപാട് പാസ്ത ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ കളർ ഏകദേശം വരും. നമ്മൾ കാശ്മീരി മുളക് യൂസ് ചെയ്യാത്തത് കൊണ്ട് കളർ അത്രയ്ക്കിട്ട് വന്നില്ല. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് കുരുമുളക് പൊടി അഥവാ ചേർത്തിട്ടുണ്ട്. ശേഷം നമ്മളിങ്ങനെ നമ്മുടെ ചിക്കൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് ചിക്കൻ ആയിരുന്നുള്ളൂ, പക്ഷേ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചതുകൊണ്ട് നല്ല രസമായിട്ടത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നോക്ക്, ഇപ്പം നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ മക്രൂണി. നല്ല ടേസ്റ്റ് ഉണ്ട്. കളറൊക്കെ ഏകദേശം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല കളർ വേണമെങ്കിൽ കാശ്മീരി യൂസ് ചെയ്താൽ മതി. പക്ഷേ ടേസ്റ്റിലൊന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ചായക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് ഈ ഒരു മക്രൂണി അഥവാ പാസ്ത. ക്രീമി പാസ്തയാണ്. നമ്മൾ കുറച്ചും കൂടി കാഷ്യൂനട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്രീമി ആവുമായിരുന്നു. ബട്ട് ടേസ്റ്റിന് നോ കോംപ്രമൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.